ജനറേഷൻ കുട്ടികളുടെ സിനിമയാണ് ഡൂഡ്. ഡൂഡ് എന്ന് പറഞ്ഞ സിനിമ ഏറ്റവും ലേറ്റസ്റ്റ് കുട്ടികളുടെ ലേറ്റസ്റ്റ് ചിന്തയുടെ ലേറ്റസ്റ്റ് രീതിയിൽ ടെക്കിയായിട്ട് ജീവിക്കുന്ന ലേറ്റസ്റ്റ് രീതിയിൽ പഠനം ലഭിച്ച CBSE ആവട്ടെ, ICSE ആവട്ടെ, സ്റ്റേറ്റ് സിലബസ് ആവട്ടെ, ഏതോ ആവട്ടെ, അതാത് സ്റ്റേറ്റിൻ്റെ അതാത് രാജ്യത്തിൻ്റെ ഏത് നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നേടുക ചെയ്യട്ടെ, അത്തരം കുട്ടികളുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എന്തെന്നുള്ളത് അവരെ എത്തിയിരിക്കുന്ന രീതി, ആ നിലയിലോട്ട് അവർ ഓപ്പണായിട്ട് ജീവിക്കുമ്പോൾ പോലും ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ജീവിതത്തിൻ്റെ പിന്നിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന ചില വ്യവസ്ഥകൾ തുറന്നു കാണിക്കുന്നുണ്ട് സിനിമ. അതിലെ കുട്ടികൾ വൈബ്രേറ്റായി പോണത് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഈ കുട്ടികൾ വൈബ്രേറ്റ് ആവുന്നുണ്ടോ എന്ന് ഇട്ട് കഴിഞ്ഞാൽ 100-ൽ 96% കുട്ടികൾ ഇപ്പോഴും വൈബ്രേറ്റഡ് ആണ്. ഇനി എന്താണ് വൈബ്രേറ്റിംഗ് എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഈ സിനിമ പറയുന്ന ഒരു വൈബ്രേറ്റിംഗ് ഉണ്ട്. വൈബ്രേറ്റിംഗ് നമ്മളിങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത് വൈബ്രേറ്റിംഗ്. അത് മറ്റൊന്നുമല്ല, മതവും ജാതിയുമാണ്. ഈ 20-25 നൂറ്റാണ്ടിൽ മതവും ജാതിയുമാണ് അതിനകത്ത് കളിക്കുന്നത്. ഈ മതം എന്ന് പറയുന്നത് മാറാൻ പറ്റും. നിങ്ങൾക്ക് ഒരു മതം ഇഷ്ടമില്ലെങ്കിൽ മറ്റൊരു മതത്തിലോട്ട് മാറാൻ പറ്റും, അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പറയും. ഇനി ജാതി, അത് മാറാൻ പറ്റൂല. ജാതി മാറാൻ പറ്റുമോ? നിങ്ങളൊരു ബ്രാഹ്മണനിൽ നിന്ന് നിങ്ങൾക്കൊരു ശൂദ്രനായി മാറാൻ പറ്റുമോ? നിങ്ങൾക്കൊരു ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനായിട്ട് മാറാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു നായരിൽ നിന്ന് മേനോനായിട്ട് മാറാൻ പറ്റുമോ? അല്ലെങ്കിൽ മേനോനിൽ നിന്ന് നാടാറായിട്ട് മാറാൻ പറ്റുമോ? അല്ലെങ്കിൽ ധീവര ബുക്കുവർ സമുദായത്തിൽ നിന്നോ ഇത്തരം സമുദായത്തിൽ നിന്ന് മറ്റൊരു ഇതിലോട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുമോ? അങ്ങനെ മാറാൻ സമൂഹം അനുവദിക്കുമോ? അനുവദിക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയൂ. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റും. നിങ്ങളുടെ ധീവര സമുദായത്തിലുള്ള കുട്ടിയെ ബ്രാഹ്മണൻ കുട്ടി കല്യാണം കഴിക്കും. ബ്രാഹ്മണ സമുദായത്തിലെ കുട്ടിയെ മേനോൻ കുട്ടി കല്യാണം കഴിക്കും. മേനോൻ സമുദായത്തിലെ കുട്ടിയെ ശൂദ്ര താഴേക്കിടയിലുള്ള കുട്ടി, നിങ്ങൾ താഴേക്കിടയിൽ നിന്ന് മറ്റൊരു സമുദായത്തിലെ കുട്ടി കല്യാണം കഴിക്കും. താഴേക്കിടയിലുള്ള സമുദായത്തിലുള്ള കുട്ടിയെ നായർ കമ്മ്യൂണിറ്റി കല്യാണം കഴിക്കും. നായർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുട്ടിയെ നാടാർ കമ്മ്യൂണിറ്റി കൈകാര്യം